ഹായ്, എസ് എൽ ഡോക്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിപ്പോൾ വളരെയധികം കേട്ട് വരുന്നൊരു കാര്യമാണ് എക്സ്ട്രാ അഫെയർ എന്ന് പറയുന്നത്. ഇപ്പോൾ മാരേജ് കഴിഞ്ഞിട്ട് കുറച്ച് വർഷങ്ങൾ കഴിയുമ്പോഴത്തേക്കും തന്നെ ഒരു എക്സ്ട്രാ അഫെയറിലേക്ക് പോകുന്ന ആളുകൾ വളരെയധികം നമുക്കൊന്ന് കാണാൻ പറ്റും എന്നുള്ളതാണ്. എന്തുകൊണ്ടാണ് ഇവരിങ്ങനെ എക്സ്ട്രാ അഫെയറിലേക്ക് പോകുന്നത്, അതായത് മറ്റൊരു ബന്ധം ചൂസ് ചെയ്യുന്നത്? അതിൻ്റെ പുറകിൽ കുറേ കാരണങ്ങൾ ഉണ്ടായിരിക്കും. ഇതിൽ കുറച്ച് കാര്യങ്ങളൊക്കെ നമുക്ക് പലർക്കും അറിയുന്നതാണ്. അതിൽ പലതും ഇപ്പോൾ നമ്മൾ തന്നെ ചെയ്യുന്ന മിസ്റ്റേക്കുകൾ. അതായത് ഇപ്പോൾ നമ്മുടെ പാർട്ട്ണർ ഇങ്ങനെ ഒരു എക്സ്ട്രാ അഫെയറിലേക്ക് പോകുന്നുണ്ടെങ്കിൽ അവരങ്ങനെ പോകുന്നതിൻ്റെ പുറകിലെ കാരണങ്ങളിൽ ഒന്ന് നമ്മൾ തന്നെ ആയിരിക്കും എന്നുള്ളതാണ്. സോ എന്തൊക്കെയായിരിക്കും ഇതിൻ്റെ റീസൺസ് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. അപ്പോൾ നിങ്ങളുടെ പാർട്ട്ണർ അല്ലെങ്കിൽ നിങ്ങളുടെ അറിവിലുള്ള ആരെങ്കിലുമൊക്കെ ഇങ്ങനെ മറ്റൊരു ബന്ധവുമായിട്ട് മുന്നോട്ട് പോകുന്നുണ്ടെങ്കിൽ അവരെന്തുകൊണ്ട് മറ്റൊരു ബന്ധം ചൂസ് ചെയ്യുന്നു, അതിൻ്റെ കാരണങ്ങൾ നിങ്ങൾ അറിഞ്ഞിരിക്കുക. അതാണ് ഇന്നത്തെ ഒരു വീഡിയോയിൽ ഞാൻ പറയുന്നത്. അപ്പം നമുക്ക് എന്തൊക്കെയാണ് എന്നുള്ളത് നോക്കാം. അതിൽ ഒന്നാമത്തെ ഒരു പോയിന്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വൈകാരികപരമായ അകൽച്ച അവർക്ക് അവരുടെ പാർട്ട്ണറോട് ഫീൽ ചെയ്യുന്നു എന്നുള്ളതാണ്. നമുക്ക് നമ്മുടെ പാർട്ട്ണർ എന്ന് പറയുമ്പോൾ എല്ലാം തുറന്നു പറയാൻ പറ്റുന്ന ഒരാളായിട്ടാവണം ഉണ്ടാവേണ്ടത്. നമ്മളെല്ലാവരും ആഗ്രഹിക്കുന്ന അങ്ങനെയാണ്. നമുക്കൊരു വിഷമം വരുമ്പോൾ നമുക്ക് തുറന്നു പറയാൻ പറ്റണം, സംസാരിക്കണം തോന്നുന്ന സമയത്ത് അവർ അവൈലബിൾ ആയിരിക്കണം. മേ ബി അവർ ഭയങ്കര തിരക്കിലുള്ളൊരു പേഴ്സൺ ആണെങ്കിൽ പോലും നമ്മുടെ കൂടെ അവരുണ്ടാവണം. അതിപ്പോൾ ഫിസിക്കലി അല്ല എന്നുണ്ടെങ്കിൽ പോലും ആള് നമ്മുടെ കൂടെ ഉണ്ട്, അവരുടെ പ്രസൻസ് ഉണ്ട് എന്നൊരു ഫീല് നമുക്ക് എപ്പോഴും കിട്ടിക്കൊണ്ടിരിക്കണം എന്നുള്ളതാണ്. അത് നമ്മളെല്ലാവരും ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. എത്ര തിരക്കാണെങ്കിലും നമ്മൾ അവൈലബിൾ ആവുക നമ്മുടെ പാർട്ട്ണർക്ക് വേണ്ടിയിട്ട്. അപ്പോൾ അങ്ങനെ അവൈലബിൾ അല്ല എന്നുണ്ടെങ്കിൽ ഓഫ്കോഴ്സ് നമുക്ക് അവിടെ ഒരു കുറവ് ഫീൽ ചെയ്യും. അതായത് നമ്മളിപ്പോൾ ഒരു റിലേഷൻഷിപ്പിലാണ്, പക്ഷെ അവിടെ കുറേ കുറവുകളുണ്ട്, അവർ നമ്മുടെ കൂടെ ഇല്ല, അങ്ങനെ ഒരു തോന്നൽ നമുക്ക് വരും. അപ്പോൾ സ്വാഭാവികമായിട്ടും നമ്മൾ ആഗ്രഹിക്കുന്നത് നമ്മൾ പറയുന്നത് കേൾക്കാൻ ഒരാൾ, കൂടെ നിൽക്കാൻ ഒരാൾ എന്നുള്ളതാണ്. അപ്പോൾ അത് നമ്മുടെ പാർട്ട്ണറിൽ നിന്ന് കിട്ടാതാവുമ്പോൾ മറ്റൊരിടത്ത് നിന്ന് കിട്ടുമ്പോൾ നമുക്ക് അങ്ങോട്ടൊരു ഇഷ്ടം പോകുന്നു. ഇത് തന്നെയാണ് എല്ലാവരുടെ കാര്യത്തിലും ഉണ്ടാകുന്നത്. അപ്പോൾ നിങ്ങളുടെ പാർട്ട്ണറും തമ്മിൽ ചെറിയ രീതിയിൽ ഇമോഷണലി നിങ്ങൾക്കൊരു ഗ്യാപ്പ് ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കുക, അത് നിങ്ങൾ എങ്ങനെയെങ്കിലും സോൾവ് ചെയ്ത് ശരിയാക്കിയേ പറ്റുള്ളൂ. അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങളുടെ പാർട്ട്ണർക്ക് മറ്റൊരു ആളുടെ ഇഷ്ടം തോന്നും. അതിനുള്ള സാധ്യത കൂടുതൽ തന്നെയാണ്. രണ്ടാമത്തെ ഒരു കാര്യം കമ്മ്യൂണിക്കേഷൻ്റെ കുറവാണ്. നമുക്ക് എല്ലാവർക്കും അറിയാം, ഒരു റിലേഷൻഷിപ്പ് മുന്നോട്ട് കൊണ്ടുപോകുന്നതിന് ഏറ്റവും അധികം നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം പരസ്പരം സംസാരിക്കുക എന്നുള്ളതാണ്. നമ്മുടെ മനസ്സ് തുറന്ന് നമ്മൾ സംസാരിക്കാൻ നോക്കുക. കമ്മ്യൂണിക്കേഷൻ ഉണ്ടെങ്കിൽ നിങ്ങൾ തമ്മിൽ വളരെ നല്ല രീതിയിൽ ഒരു ഫ്രണ്ട്ലി റിലേഷൻഷിപ്പ് തന്നെ നിങ്ങൾക്ക് കൊണ്ടുപോകാനായിട്ട് പറ്റും. പക്ഷേ നേരെ മറിച്ച് നിങ്ങൾ തമ്മിൽ സംസാരിക്കുന്നേ ഇല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ രണ്ട് അപരിചിതരെ പോലെയാണ് ജീവിക്കേണ്ടി വരിക എന്നുള്ളതാണ്. ഒരു വീട്ടിലായിരിക്കും, ഒരുമിച്ചായിരിക്കും നിങ്ങളുള്ളത്, പക്ഷെ പരസ്പരം നിങ്ങൾക്ക് അറിയാൻ പറ്റുന്നില്ല. അവരെക്കുറിച്ച് അവരുടെ ഇഷ്ടാനിഷ്ടങ്ങൾ നിങ്ങൾക്ക് അറിയാൻ പറ്റുന്നില്ല. അതേപോലെ തന്നെ നിങ്ങളുടെ കാര്യങ്ങൾ അവർക്ക് മനസ്സിലാക്കാൻ പറ്റില്ല. അങ്ങനെയാകുമ്പോൾ നിങ്ങൾ തമ്മിലൊരു ഇമോഷണൽ ആയിട്ടുള്ള ഒരു അടുപ്പം അവിടെ ഉണ്ടാവുന്നില്ല എന്നുള്ളതാണ്. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മൾ എല്ലാ കാര്യങ്ങൾക്കും, അതായത് ഇപ്പോൾ നിങ്ങൾ തമ്മിലൊരു ഇഷ്ടം വരണമെന്നുണ്ടെങ്കിൽ കൂടി നിങ്ങൾ തമ്മിൽ പരസ്പരം സംസാരിച്ചേ പറ്റുള്ളൂ. ചിലപ്പോൾ ഒന്നും സംസാരിക്കാൻ ഉണ്ടാവില്ല, എന്നാലും ക്വാളിറ്റി ടൈമിന് വളരെ ഇമ്പോർട്ടൻസ് നിങ്ങൾ കൊടുക്കുക. കമ്മ്യൂണിക്കേഷൻ ഇല്ലെങ്കിൽ മനസ്സിലാക്കപ്പെടുന്നില്ല എന്നൊരു തോന്നൽ വരും, ശ്രദ്ധിക്കപ്പെടുന്നില്ല എന്നൊരു തോന്നലൊക്കെ ഉണ്ടാവും. അങ്ങനെ വരുമ്പോൾ സ്വാഭാവികമായിട്ടും ഈ ഒരു കുറവ് നികത്താൻ നമുക്ക് മറ്റാരോടെങ്കിലും ഒരിഷ്ടം തോന്നുമെന്നുള്ളതാണ്. മറ്റാരെങ്കിലും നമ്മളുടെ കാര്യങ്ങൾ അന്വേഷിക്കുകയോ നമ്മളുടെ അടുത്ത് ഒരുപാട് സംസാരിക്കുകയോ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അവരുടെ അടുത്തൊരു ഒരു അട്രാക്ഷൻ ഫീൽ ചെയ്യും. സോ അങ്ങനെ ആകുമ്പോൾ ഒരു എക്സ്ട്രാ അഫെയറിന് ചാൻസ് കൂടുതലാണ്. മേ ബി നിങ്ങൾക്ക് ഉത്തരവാദിത്തങ്ങൾ കൂടുതലായതുകൊണ്ടായിരിക്കാം. ഫാമിലി, കുട്ടികൾ, അങ്ങനെ കുറേ റെസ്പോൺസിബിലിറ്റി കൂടുമ്പോൾ സംസാരം കുറഞ്ഞു വരാൻ സാധ്യതയുണ്ട്. പക്ഷെ അങ്ങനെ കുറയാതിരിക്കാൻ വേണ്ടി നോക്കുക എന്നുള്ളതാണ്. ഇനി മൂന്നാമത്തെ ഒരു കാര്യം, പരിഹരിക്കപ്പെടാത്ത പ്രശ്നങ്ങൾ നിങ്ങൾക്കിടയിൽ ഉണ്ടെങ്കിൽ, ഇപ്പോൾ നിങ്ങൾ തമ്മിൽ മുമ്പേ ഒക്കെ കുറേ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരിക്കാം, അതൊന്നും സോൾവ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സമാധാനമായിട്ട് മുന്നോട്ട് പോകാൻ പറ്റില്ല. നിങ്ങളുടെ ഉള്ളിൽ ഇപ്പോഴും ഒരു നെഗറ്റീവ് ഇങ്ങനെ കിടക്കുന്നുണ്ടാവും. അവരന്ന് അങ്ങനെ ചെയ്തില്ലേ, അതെന്തുകൊണ്ടാണെന്നുള്ളത് ഇപ്പോഴും നിങ്ങൾക്ക് ക്ലിയർ ആയിട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഉള്ളിൽ ആ സംഭവം വന്നുകൊണ്ടേയിരിക്കും എന്നുള്ളതാണ്. അങ്ങനെ നെഗറ്റീവ് വരുന്നുണ്ടെങ്കിൽ അവിടെ ഒരിക്കലും നിങ്ങൾക്ക് അവരോടൊരു ഇഷ്ടം തോന്നില്ല. സോ ഇപ്പോഴും നിങ്ങളുടെ മനസ്സിൽ അവരൊരു കുറവുള്ള പേഴ്സൺ ആയിട്ടാവും ഇരിക്കുന്നുണ്ടാവുക. അതായത് അന്ന് എന്തൊക്കെയോ തെറ്റുകൾ ചെയ്തിട്ടുള്ള, അല്ലെങ്കിൽ കുറേ കാര്യങ്ങൾ ഇപ്പോഴും ഉത്തരം കിട്ടാത്ത, ഭയങ്കര മിസ്റ്റീരിയസ് ആയിട്ടുള്ള ഒരു നെഗറ്റീവ് പേഴ്സൺ, അങ്ങനെ നിങ്ങളുടെ മനസ്സിൽ നിങ്ങളുടെ പാർട്ട്ണറോട് സ്ഥാനം ഉണ്ടാവുള്ളൂ. തിരിച്ചാണെങ്കിൽ അതേപോലെ തന്നെ നിങ്ങളെക്കുറിച്ച് അവർ അങ്ങനെ ചിന്തിക്കുള്ളൂ. അപ്പോൾ അങ്ങനെയാകുമ്പോൾ നിങ്ങളെ അവർക്കും സ്നേഹിക്കാൻ പറ്റില്ല. സോ കുറച്ചുകൂടി അട്രാക്ഷൻ മറ്റൊരാളോട് ഫീൽ ചെയ്യാൻ സാധ്യതയുണ്ട്. അവർ കുറച്ച് ഓപ്പൺ മൈൻഡഡ് ആണെങ്കിൽ, പല കാര്യങ്ങളും തുറന്നു പറയുന്നുണ്ടെങ്കിൽ, നല്ല രീതിയിൽ ഉള്ള ഒരു പേഴ്സൺ ആണെന്നൊക്കെ ഫീൽ ചെയ്യുകയാണെങ്കിൽ മറ്റാരോടെങ്കിലും ഒക്കെ ഒരിഷ്ടം തോന്നും. അത് നിങ്ങളുടെ കുറവായിട്ട് അവർക്ക് ഫീൽ ചെയ്യും എന്നുള്ളതാണ്. ഇനി നാലാമത്തെ ഒരു കാര്യം, ശ്രദ്ധിക്കപ്പെടുന്നില്ല
അല്ലെങ്കിൽ വാല്യൂ കിട്ടുന്നില്ല എന്നൊരു തോന്നല് നിങ്ങളുടെ പാർട്ട്ണർക്ക് ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ, ഇപ്പോൾ അവരെന്തെങ്കിലും ചെയ്തു തരുമ്പോൾ നമ്മൾ അതൊന്നും ശ്രദ്ധിക്കുന്നില്ല, ഒരു നല്ല വാക്ക് പോലും പറയുന്നില്ലെങ്കിൽ അതൊരു കുറവ് തന്നെയാണ്. നിങ്ങൾ മനസ്സിലാക്കുക, നിങ്ങൾക്ക് വേണ്ടി പലതും ചെയ്തു തരുന്ന ഒരാളായിരിക്കും നിങ്ങളുടെ പാർട്ട്ണർ. ഇപ്പോൾ ജസ്റ്റ് ഒരു ഫുഡ് ഉണ്ടാക്കുന്ന കാര്യമാണെങ്കിൽ പോലും അവർക്ക് എരിവാണ് ഇഷ്ടം, പക്ഷെ നിങ്ങൾക്കിഷ്ടം കുറച്ചൊരു സ്വീറ്റ് ആയിട്ടുള്ള ഫുഡുകളാണെന്നുണ്ടെങ്കിൽ അവർ അവരുടെ ഇഷ്ടം മാറ്റി വെച്ച് നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ഫുഡ് ഉണ്ടാക്കി തരുന്നുണ്ടാവും. പക്ഷെ നിങ്ങളത് മൈൻഡ് ചെയ്യുന്നുണ്ടാവില്ല. കാരണം അത് അവരുടെ ഉത്തരവാദിത്വമാണ്, അവർ ചെയ്തോട്ടെ, വലിയ രീതിയിൽ ഇപ്പോൾ കണ്ടൊന്നും അടിക്കേണ്ട ആവശ്യമൊന്നുമില്ല എന്ന് വിചാരിച്ചുകൊണ്ട് നിങ്ങൾ അതിന് പ്രത്യേക ശ്രദ്ധയൊന്നും കൊടുക്കുന്നുണ്ടാവില്ല. പക്ഷെ അവർ ആഗ്രഹിക്കുന്നുണ്ടാവും നല്ല ടേസ്റ്റ് ഉള്ളൊരു ഫുഡായിരുന്നു എന്നൊരു വാക്ക്. അതേപോലെ എന്തെങ്കിലുമൊക്കെ ചെയ്തു തരുമ്പോൾ താങ്ക് യു എന്നൊരു വാക്ക്, തെറ്റ് ചെയ്തു കഴിഞ്ഞാൽ സോറി എന്നൊരു വാക്ക്. ഇത് പറയുന്നതുകൊണ്ട് നമുക്ക് പ്രത്യേകിച്ച് കുഴപ്പമൊന്നുമില്ല. പക്ഷെ പറയാതിരിക്കുമ്പോൾ നഷ്ടമാകുന്നത് ഒരു ബന്ധമാണെന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കുക. വളരെയധികം ഇമ്പോർട്ടൻസ് ഉണ്ട് ഇത്തരം വാക്കുകൾക്ക് ഒരു റിലേഷൻഷിപ്പിൽ. അപ്പോൾ അവർ ചെയ്തു തരുന്ന കാര്യങ്ങൾ ശ്രദ്ധിക്കുന്നില്ല, വാല്യൂ കിട്ടുന്നില്ല എന്നൊരു തോന്നൽ വരുമ്പോൾ, അത് മറ്റെവിടെന്തെങ്കിലും കിട്ടുന്നുണ്ടെങ്കിൽ അഫ്കോഴ്സ് അങ്ങനെ കുറച്ചൊന്ന് വാല്യൂ കിട്ടാൻ അവർ ആഗ്രഹിക്കും, ഒരു അപ്രിസിയേഷൻ കിട്ടാൻ ആഗ്രഹിക്കും. സോ അങ്ങനെ ആകുമ്പോഴും എക്സ്ട്രാ ഫെയർ വരാനുള്ള സാധ്യതയുണ്ട്. ഏറ്റവും ലാസ്റ്റത്തെ ഒരു പോയിന്റ് എന്ന് പറയുന്നത് പുതുമയുടെ ആകർഷണമാണ്. പുതുമ നമുക്ക് എല്ലാവർക്കും ഇഷ്ടമുള്ളൊരു കാര്യം തന്നെയാണ്. ഒരു റിലേഷൻഷിപ്പ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഒരു ഹണിമൂൺ സ്റ്റേജ് എന്ന് പറയുന്നത് എല്ലാവർക്കും ഭയങ്കര ഒരു എക്സൈറ്റ്മെന്റ് നിറഞ്ഞിട്ടുള്ള, ഭയങ്കര അധികം നമ്മൾ ഇഷ്ടപ്പെടുന്ന ഒരു കാലഘട്ടമാണ്. അപ്പോൾ നമ്മൾ പാർട്ട്ണറെ കൂടുതൽ അറിയാനായിട്ട് ആഗ്രഹിക്കുന്നു, അവരുടെ കൂടെ കുറേ സമയം ഇരിക്കാൻ ആഗ്രഹിക്കുന്നു. ആ ഒരു പുതുമ എന്ന് പറയുന്നത് എപ്പോഴും നിലനിർത്തണം എന്നുള്ളത് അത്യാവശ്യമാണെങ്കിലും പലപ്പോഴും നമുക്കതിന് കഴിയാറില്ല എന്നുള്ളതാണ്. ചില ആളുകൾ പുതുമയെ മാത്രം ഇഷ്ടപ്പെടുന്നവരുണ്ട്. ഒരു റിലേഷൻഷിപ്പ് സ്റ്റാർട്ട് ചെയ്തിട്ട് കുറച്ച് മാസങ്ങൾ കഴിയുമ്പോൾ അത് അവിടെ വെച്ച് ബ്രേക്കപ്പ് ആക്കിയിട്ട് വീണ്ടും റിലേഷൻഷിപ്പിലേക്ക് പോകുന്ന ആളുകളുണ്ട്. അവർ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ പുതുമയെ ഇഷ്ടപ്പെടുന്നവരാണ്. അവർക്ക് ഒരുപാട് വർഷങ്ങളോളം ഒരു റിലേഷൻഷിപ്പിൽ കണ്ടിന്യൂ ചെയ്ത് പോകാനായിട്ട് കഴിയില്ല എന്നുള്ളതാണ്. പക്ഷെ നമുക്ക് ചെയ്യാൻ പറ്റുന്നൊരു കാര്യം എന്താണെന്നുള്ളത് അറിയോ? പുതുമ എപ്പോഴും നമ്മുടെ റിലേഷൻഷിപ്പിൽ നിലനിർത്തുക എന്നുള്ളതാണ്. കുറേ വർഷങ്ങൾ കഴിഞ്ഞാലും ഇപ്പൊ കല്യാണം കഴിഞ്ഞ ജോഡികൾ പോലെ ജീവിക്കുന്ന കുറെ പേരുണ്ട്. അവരെങ്ങനെയാണ് അത് നോക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇടയ്ക്കിടയ്ക്ക് പുറത്തു പോയിട്ടും സർപ്രൈസുകൾ പ്രൊവൈഡ് ചെയ്തിട്ടും, മീൻസ് ഇടയ്ക്കിടയ്ക്ക് സർപ്രൈസുകൾ കൊടുക്കുക, അതേപോലെ കുറച്ചൊക്കെ റൊമാൻറ്റിക് ആയിരിക്കുക, ഈ കാര്യങ്ങളൊക്കെ ഫോളോ ചെയ്തിട്ടാണ്. അങ്ങനെ ഫോളോ ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾക്കും അങ്ങനെ ആയിരിക്കാം. പക്ഷേ ഒരു പുതുമ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഇല്ല എന്നുണ്ടെങ്കിൽ, അത് ഇഷ്ടപ്പെടുന്ന ഒരാളാണ് നിങ്ങളുടെ പാർട്ട്ണർ എന്നുണ്ടെങ്കിൽ, അവർ മറ്റൊരു അഫെയറിലേക്ക് പോകുന്നതിൽ നമുക്ക് അതിശയമൊന്നും പറയാൻ പറ്റില്ല. അപ്പൊ ഇതൊക്കെയാണ് സാധാരണ നമ്മൾ കാണുന്ന കാരണങ്ങൾ എന്ന് പറയുന്നത്, എങ്ങനെ ഒരാൾക്ക് ഒരു എക്സ്ട്രാ അഫെയർ ഉണ്ടാവുന്നതിന്റെ. ഇതിൽ നിങ്ങളുടെ ഭാഗത്ത് മിസ്റ്റേക്കുകൾ ഉണ്ടായിരിക്കാം. ഇപ്പൊ നിങ്ങൾ ചെയ്തിട്ടുള്ള എന്തെങ്കിലും തെറ്റോ കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കാം. അത് നിങ്ങൾ പറഞ്ഞ് സോൾവ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ, അവരെ വലിയ രീതിയിൽ നിങ്ങൾ നോക്കുന്നില്ല, ശ്രദ്ധിക്കുന്നില്ല എന്നൊക്കെ ഉണ്ടെങ്കിൽ, നമ്മളത് മനസ്സിലാക്കി ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങളാണ്. അല്ലാതെ നമ്മുടെ കൈവിട്ട് പോയതിനു ശേഷം അയ്യോ ഇത് നഷ്ടമായല്ലോ എന്ന് പറഞ്ഞിട്ട് യാതൊരു കാര്യമില്ല. അത് നഷ്ടമാക്കാതിരിക്കുക എന്നുള്ളതാണ് ഏറ്റവും വലിയ കാര്യം എന്ന് പറയുന്നത്. സോ അങ്ങനെ ഒരു എക്സ്ട്രാ അഫെയറിലേക്ക് നിങ്ങളുടെ പാർട്ട്ണർ പോവാതിരിക്കട്ടെ. നിങ്ങൾ തന്നെ നോക്കുക, നിങ്ങളുടെ കുറവുകൾ നിങ്ങളായിട്ട് നികത്തുക. കുറവില്ലാത്ത ആളുകളോ വഴക്കില്ലാത്ത റിലേഷൻഷിപ്പുകളോ ഒരിക്കലും ഉണ്ടാവില്ല. പക്ഷേ അതെല്ലാം സോൾവ് ചെയ്ത് മുന്നോട്ട് പോകുന്നതിലാണ് നമ്മുടെ കഴിവിരിക്കുന്നത്. അപ്പം അതിനെല്ലാവർക്കും കഴിയട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഇന്നത്തെ ഒരു വീഡിയോ ഇവിടെ വെച്ച് വൈൻഡ് അപ്പ് ചെയ്യാണ്. നമുക്ക് മറ്റൊരു വീഡിയോയിൽ കാണാം. താങ്ക് യു.